ഒന്ന് മക്കളെ, സുഹൃത്തുക്കളെ, ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, ബിഗ് ബോസിനോടൊക്കെ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആദ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലെങ്കിൽ അതിന് ഞാൻ നിർബന്ധിതനാവുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ, ആ റിയാലിറ്റി ഷോന്റെ സീസൺ 6 ആയിട്ടുള്ള ഈ സീസൺ, ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സീസണിന്റെ ട്രോഫി ആദ്യം തന്നെ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ ആ സ്ത്രീന്റെ കയ്യിലേക്ക് പിടിച്ചോ എന്നും പറഞ്ഞു കണ്ട് ബിഗ് ബോസോ അതല്ലെങ്കിൽ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നതിന്റെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സോ ആരൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ കൊടുത്ത് ഏൽപ്പിച്ചിട്ട് എന്നാ മോളെ പിടിച്ചോ എന്നും പറഞ്ഞ കപ്പോ ട്രോഫിയോ 50 ലക്ഷമോ ആർക്കോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആർക്കോ ഒന്നുമല്ല, നമ്മളെ ജാസ്മിൻ കൊടുത്തിട്ടുള്ളത്. ആ ഒരു രീതിയിലുള്ള അയിനാട്ടം അപരാധ കളിയല്ല സ്ത്രീ അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നത്. ഇതിന് ഈ ഒന്നാമത്തെ എനിക്ക് പറയാനുള്ളത്, ഞാൻ അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഏതോ ടീം ഇതിന് ഈ ഒരു സ്ത്രീനെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നുള്ള ഞാൻ ആ ഒരു രീതിയിൽ പറയാനുള്ള കാരണം എന്താണെന്ന് അറിയോ? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സ്ത്രീക്ക് നമ്മളിപ്പം ലോക്കലായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിലും യൂട്യൂബിന്റെ കണ്ടന്റ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിലും, അതിൽ ഈ ജാസ്മിൻ ജാഫറിന്റെ യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ അവളുടെ ഇൻസ്റ്റാ പേജ് ആണെന്നുണ്ടെങ്കിലും, ഈ ജാസ്മിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു സാമൂഹിക മാധ്യമങ്ങളിലെ കമന്റ്സ് ചെയ്യാൻ പറ്റുന്ന എന്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലുള്ള കമന്റ്സും അതല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് എത്രത്തോളം ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ഈ ഒരു സീസണിൽ എത്രത്തോളം ഹേറ്റേഴ്സ് വന്നു പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും ഇഷ്ടം പോലെ. അപ്പൊ അതൊരു കാരണമാണല്ലോ. ഒരു രീതിയിലും ഈ സ്ത്രീനെ ഇഷ്ടപ്പെടുന്ന ആളുകളില്ല. ചിലപ്പോൾ 1-2 100-ൽ 1-2 ശതമാനം അല്ലെങ്കിൽ ഒരു 5% ആളുകൾ ഉണ്ടെന്ന് വെക്കാം. അങ്ങനെ വെച്ചാലും ശരി, ഈ സ്ത്രീക്ക് എവിടുന്നാണ് ഈ ഒരു എഡ്യൂക്കേഷന് ഒരു നോമിനേഷനിലേക്ക് വരുന്ന ഒരു സമയത്ത് ഇത്രത്തോളം വോട്ട് കിട്ടുന്നത് എവിടുന്നായിരിക്കും? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ആ കാര്യങ്ങൾ? അതാ ഞാൻ ചോദിക്കുന്നത്. ഏഷ്യാനെറ്റ് എന്തോ കളി ഇതിൽ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിഗ് ബോസിനെ ബന്ധപ്പെട്ടുള്ള ഏതോ ടീം, അതൊരു ഊഹമാണ്, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. ഇത് ഇങ്ങനെയൊക്കെ ഇത്രയും ഹേറ്റേഴ്സ് ഉള്ള ആൾക്ക് ഇത്രയും വോട്ടൊക്കെ എങ്ങനെ കിട്ടുന്ന ആ ഒരു ഇതിനെ കൊണ്ട് എനിക്ക് തോന്നുന്നത് അത് എനിക്ക് മനസ്സിലാവും. ഞാൻ പല രീതിയിലും തലങ്ങനും വിലങ്ങനും കുത്തനും ചെരിഞ്ഞും കിടന്നും മലന്നും ഒക്കെ ഞാൻ ആലോചിച്ച് നോക്കി, എനിക്ക് മനസ്സിലാവുന്നില്ല അതെന്താ അങ്ങനെ എന്നുള്ളത്. അതൊരു കാരണമാണ്. പിന്നെ രണ്ടാമത്തെ കാരണം, ഇവള് കാണിക്കുന്ന അപരാധ കളികൾ, അഴിഞ്ഞാട്ടം, വിളയാട്ടം, ഒരുമാതിരി ചൂതാടുന്ന പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. ഒരാളെടുത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സംസാര ശൈലി എന്ന് പറഞ്ഞാൽ നാവ് കിട്ടിട്ട് ആട്ടാണ് കളിക്കുന്നത്. ഈ നാവിട്ട് ആട്ടുന്നത് എന്തുകൊണ്ടെന്നതിൽ ഇവള് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടാ സംസാരിക്കുക. അത് നല്ല വിളയാടി നാവാടി പരിചയപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീന്റെ എക്സ്പീരിയൻസ് ആണ് ആ കാണിക്കുന്നത്. കാരണം ഒരാളെ വായനെ കൊണ്ട് ഒതുക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ട് വരുന്ന ഒരു സംഭവം, അതാണ് ആ സ്ത്രീയോടെ കാണിച്ചു കൂട്ടുന്നത്. ഇനി അത് മാത്രമല്ല, ക്യാമറ സ്പേസ് കിട്ടാൻ കാണിച്ചു കൂട്ടുന്ന ഓരോ ഏർപ്പാടുകൾ. അങ്ങനെ ഈ സ്പേസ് എന്താ പറയുക, ഈ എൻ്റെ മാത്രമായിരിക്കണം കണ്ടന്റ്, അതല്ലെങ്കിൽ എൻ്റെ ഒരു ഫേസ്, അതല്ലെങ്കിൽ എന്നെ മാത്രം ഫോക്കസ് ചെയ്യണം ബിഗ് ബോസിൻ്റെ ഉള്ളിലുള്ള ക്യാമറ, ഇങ്ങനെയുള്ളൊക്കെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ബാക്കിയുള്ള ആളുകളുടെ അടുത്തേക്കുള്ള പുച്ഛം, ഈ ഗബ്രിനേറ്റ് കളിക്കുന്ന അഴിഞ്ഞാട്ട കളി, പുതപ്പിൻ്റെ ഉള്ളിൽ കയറിങ്ങണ്ട മറ്റേ എന്താ പറയുക കയ്യും കാലും ഇട്ട് ഇളക്കി കളിക്കുന്ന ഏർപ്പാടുകൾ, ഇതൊക്കെ ഈ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ തന്നെ ഒരു പ്രാവശ്യം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും വൃത്തികെട്ടൊരു സീസണായി പോയല്ലോ ദൈവമേ ഇതെന്ന് മൂപ്പരനോറുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ജാസ്മിന്, ഞാൻ പറഞ്ഞല്ലോ, ഈ ജാസ്മിന് ഉള്ളതാണ് കുട്ടികളെ ഈ കപ്പ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൊണ്ണകളെന്നോ മൊയന്തുകളെന്നോ ബുദ്ധികളെന്നോ ഒക്കെ വേണമെങ്കിൽ വിളിക്കാം. വെറുതെ വന്ന് വിളയാടുക പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ കപ്പ് അത് ആദ്യം കൊടുത്ത് ഏൽപ്പിച്ചു പോയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ പല ആനുകൂല്യങ്ങളും ഈ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം, ഈ സായി എന്ന് പറഞ്ഞ മരവായ ബിഗ് ബോസ് തൈവായ വന്നുങ്ങാണ്ട് പോയി പറഞ്ഞു കൊടുത്ത്, ബിഗ് ബോസ് ഈ പുറത്തിപ്പം നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് വളരെ രീതിയിൽ ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ആ വായ പോയി പറഞ്ഞു കൊടുത്തിട്ടും 2-3 പ്രാവശ്യം പോയി പറഞ്ഞു കൊടുത്തിട്ട് ആ വായക്ക് വാണിംഗ് എന്ന് പറഞ്ഞ വാക്കിൽ വായനെ ഒതുക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളുടെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരുമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ മുമ്പ് ഞാൻ ഇതിനെ കുറിച്ച് ഒരു ചെറിയൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീട്ടം പട്ടിൽ പൊതിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊന്നും സ്വർണ്ണം ആരും വിളിക്കൂല. തീട്ടം എങ്ങനാണെങ്കിലും, തീട്ടം മാണിക്കറ്റ് പറ്റിക്കെടുക്കുകയാണെന്നുണ്ടെങ്കിലും തീട്ടം തന്നെയാണ്. അതിനിപ്പോ സ്വർണ്ണം എന്ന് വിളിക്കാൻ ആർക്കും പറ്റൂല. ജാസ്മിൻ എന്ന് പറഞ്ഞ പക്കാ ഒരു തീട്ടം, പട്ടിൽ പൊതിഞ്ഞ് വെച്ച മഹാതീട്ടം.